ലോകത്താകമാനം ഓരോ 40 സെക്കൻഡിലും ഒരാൾ വീതം ആത്മഹത്യ ചെയ്യപ്പെടുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഓരോ വർഷവും 8 ലക്ഷം പേരാണ് ആത്മഹത്യക്കിരയാവുന്നത്. ഇന്ത്യയുടെ കണക്കെടുത്താൽ ഓരോ വർഷവും 1,20,000 പേര് ആത്മഹത്യക്കിരയാവുന്നു. അതിൽ കേരളം 5-ാം സ്ഥാനത്ത് നിലനിൽക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ബർസ്ലി അലക്സ് ഡാനിയൽ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഇന്ന് ലോക ആത്മഹത്യ പ്രതിരോധ ദിനം. എന്താണ് ആത്മഹത്യ? ഒരാൾ സ്വയം മനഃപൂർവ്വം സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നതിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. പലപ്പോഴും ജീവിതത്തിൽ അമിതമായിട്ടുള്ള നിരാശ, നിസ്സഹായത, പ്രതീക്ഷയില്ലായ്മ, മുൻപോട്ട് എനിക്കൊരവസരമില്ല എന്ന തെറ്റിദ്ധാരണ പുറത്താണ് ആത്മഹത്യ എന്നൊരു ആക്ടിലേക്ക് പോകുന്നത്. ആത്മഹത്യക്ക് പലപ്പോഴും ഒരു കാരണം പറയാൻ സാധിക്കുകയില്ല. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് കടക്കുന്നത്. ഗുരുതരമായ രോഗങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ലഹരിയുടെ ഉപയോഗം, പ്രണയനൈരാശ്യം, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും മനുഷ്യ ആത്മഹത്യക്ക് തയ്യാറാവുന്നതായിട്ട് കാണാം. ആത്മഹത്യയുടെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അത്തരം ചിന്തകളുള്ള വ്യക്തികൾ മുൻകൂട്ടി തന്നെ അവരുടെ പെരുമാറ്റത്തിൽ അത് കാണാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ മുമ്പോട്ട് പ്രതീക്ഷയില്ലെന്നും നിരാശയാണെന്നുമൊക്കെ ഒരു പരാജയമാണെന്നുമൊക്കെ അവരുടെ വാക്കുകളിലൂടെ പറയാൻ ശ്രമിക്കും. അവരുടെ പെരുമാറ്റത്തിൽ പലപ്പോഴും വില്ലെഴുതി വെക്കുക, മറ്റുള്ളവർക്ക് ഏറ്റവും അവരുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞേൽപ്പിക്കുക, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട സാധനങ്ങൾ പകർന്നു നൽകുക, ഇത്തരം ആക്ടിലൂടെയൊക്കെ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. എന്താണ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്? നല്ല കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ അവിടെ ആത്മഹത്യയുടെ നിരക്ക് കുറവായിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം സാമ്പത്തിക അടിത്തറയുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സൗഹൃദങ്ങളുള്ള വ്യക്തികളിൽ ആത്മഹത്യയുടെ നിരക്ക് കുറവായിട്ട് കാണാറുണ്ട്. ആത്മഹത്യ ചിന്തകളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് തുറന്നു പറയാനും അത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കാനും നമ്മൾ മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചുറ്റും ആത്മഹത്യ ചിന്തകളുമായി ജീവിക്കുന്ന വ്യക്തികൾ നമ്മൾ കാണുന്നുണ്ടാവാം. എങ്ങനെയാണ് അവരോട് നാം ഇടപെടേണ്ടത്? സഹാനുഭൂതിയോടുകൂടി അവരെ കേൾക്കുക. നമ്മളുടെ ഉള്ളിലൊരു ആശങ്ക ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കണം, അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കണം. അവർക്ക് വേണ്ടുന്ന ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് അവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഇടപെടൽ നടത്തുക. ആത്മഹത്യാ പ്രതിരോധം ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചുറ്റും നിൽക്കുന്നവരെ കേൾക്കാനും ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ടുന്ന സഹായം നൽകാനും നാം ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ആ ഉത്തരവാദിത്തത്തിൽ ഇടപെടുകയും വേണം.